आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും स्वागतम। मनीषा कुलश्रेष्ठ द्वारा लिखी एक सुंदर कहानी है बिगड़ैल बच्चे। मनीषा कुलश्रेष्ठ हिंदी आधुनिक साहित्य के सुप्रसिद्ध लेखिका हैं। बिगड़ैल बच्चे कहानी के ज़रिए लेखिका ये बताना चाहती है कि हमें कई बार लगता है कि बच्चों तथा परिवार को लेकर हमारा तरीका श्रेष्ठ है, किंतु जब अपने तरीके तथा दूसरों के तरीकों का परिणाम देखते हैं तो गलती पता लगती है तथा सीखने समझने का अवसर भी मिलता है। मनीषा कुलश्रेष्ठ की कहानी बिगड़ैल बच्चे इसी विचार तथा संवेदना की कहानी है। चलते हैं हम पाठभाग की ओर। बिगड़ैल बच्चे शीर्षक का मतलब है क्रोधी स्वभाव वाला, नाराज होने वाला बच्चे। വഴിതെറ്റിയ കുട്ടികൾ എന്നാണ്, അല്ലെങ്കിൽ ക്രോധ സ്വഭാവമുള്ള, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന അത്തരത്തിലുള്ള കുട്ടികളെയാണ് बिगड़ैल बच्चे എന്ന് പറയുന്നത്। वे 3 युवा पिंक सिटी ट्रेन से सुबह 6 बजे मेरे बात चढ़े थे। यानी इस कहानी में लेखिका अपनी शादीशुदा बेटी से मिलने के लिए जयपुर ट्रेन में जा रही है। ट्रेन में स्वाभाविक तौर पर तरह तरह के लोग सवार हैं। ഈ കഹാനിയിൽ നമ്മുടെ ലേഖിക തൻ്റെ വിവാഹം കഴിഞ്ഞ തൻ്റെ മകളുടെ അടുത്തേക്ക് ജയ്പൂരിലേക്ക് ട്രെയിനിൽ യാത്ര പോവുകയാണ്. ട്രെയിനിൽ പലതരത്തിലുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. वे 3 युवा पिंक सिटी ट्रेन से सुबह 6 बजे मेरे बाग चढ़े थे। മൂന്ന് യുവാക്കൾ പിങ്ക് സിറ്റി ട്രെയിൻ എന്ന് പറയുന്ന ട്രെയിനിൽ ആണ് നമ്മുടെ ലേഖികയും മറ്റുള്ളവർ യാത്ര ചെയ്യുന്നത്. വളരെ രാവിലെ 6 മണിക്ക് ശേഷം ആണ് ആ 3 യുവാക്കൾ ലേഖികയ്ക്ക് ശേഷം ആ ട്രെയിനിൽ കയറുന്നത്. ലേഖിക നേരത്തെ തന്നെ ആ ട്രെയിനിൽ കയറി ഇരിക്കുന്നുണ്ട്. 6 बजे के बाद वो 3 युवा पिंक सिटी ट्रेन में चढ़े थे। रेल के इस सबसे पीछे वाले सुनसान पड़े डिब्बे की मानो रुकी हुई सांसें एकाएक चल पड़ी हो। ട്രെയിനിൻ്റെ തന്നെ ഏറ്റവും അവസാനത്തെ കമ്പാർട്ട്മെൻറ്റിലാണ്, ഒഴിഞ്ഞു കിടക്കുന്ന കമ്പാർട്ട്മെൻറ്റിലാണ് ഇവർ ഉള്ളത്. അവിടെ ആദ്യം ഇല്ലാതിരുന്ന ശ്വാസമൊക്കെ വീണ്ടും ചലിക്കാൻ തുടങ്ങി. ആരും ഇല്ലാതിരുന്ന ഒരു കമ്പാർട്ട്മെൻ്റായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഉള്ളത് കാരണം പരസ്പരം സംസാരങ്ങളും മറ്റ് കാര്യങ്ങളും ആ കമ്പാർട്ട്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. वो डिब्बे जो कंपार्टमेंट हैं वो सुनसान पड़े थे। तेज स्वर में बातचीत छेड़छाड़ करते हुए तीनों सामान्य स्वयं लादे विदेशी पर्यटकों की नकल में ये पर्यटक साफ साफ देसी नज़र आ रहे थे. വളരെ ഉച്ചത്തിൽ
സംസാരിച്ചു കൊണ്ടാണ് ഈ 3 യുവാക്കൾ ചില വികൃതികളൊക്കെ കാണിച്ചുകൊണ്ട് ചേർച്ചാണ്. അതുപോലെ തന്നെ വിദേശി ടൂറിസ്റ്റ് അവരെ കോപ്പി അടിച്ചതുപോലെ, നക്കൽ എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കുക, പര്യടക് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ്, അവരെ പോലെ ഈ ട്രെയിനിൽ കയറിയത്, അവരെ കോപ്പി അടിച്ചതുപോലെ, അവർ ചെയ്യുന്നത് പോലെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടാണ് ഈ ട്രെയിനിൽ അവർ കയറിയത്. ഇതൊക്കെ നമ്മുടെ ലേഖിക ശ്രദ്ധിക്കുന്നുണ്ട്. पर्यटकों की नकल में ये पर्यटक साफ साफ देसी नज़र आ रहे थे. പക്ഷേ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തുള്ളതാണ് എന്ന്. നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും മറ്റു യാത്രക്കാരെ നമ്മൾ ശ്രദ്ധിക്കും. കണ്ടാൽ തന്നെ അറിയാം ഇന്ത്യക്കാരനാണോ, വിദേശിയാണോ, ബംഗാളിയാണോ എന്നൊക്കെ. हम यात्रा करते समय दूसरों पर हम नज़र डालेंगे, वो किस देश से हैं. शक्ल देखते ही हम पहचान सकते हैं वो किस देश से हैं. ये सब यहाँ लेखिका भी वो 3 युवा लोगों की शक्ल देखते हैं, उनकी कार्यकलाप देखती हैं. बात में वो कुछ भूरी शब्द बोलते हैं बीच में. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ട്രെയിനിൽ വരികയും മോശമായ കുറച്ച് വാക്കുകൾ അവർ പരസ്പരം സംസാരിക്കുകയും, മുझे बहुत नागवार गुजर रहा था. അപ്പോൾ അവർ ഈ സംസാരിക്കുന്നതും അവരുടെ രൂപവുമൊക്കെ കണ്ടിട്ട് എനിക്ക് അസഹ്യമായിട്ട് അനുഭവപ്പെട്ടു. അതായത് ലേഖികയ്ക്ക് വളരെ അസഹ്യമായിട്ട് അനുഭവപ്പെട്ടു. നാഗവാർ എന്ന് പറഞ്ഞാൽ അസഹ്യം. उसे असह्य महसूस हुई लेखिका को. आते ही धम से उन्होंने सारा सामान सामने की सीट पर पटक दिया था. ആ കമ്പാർട്ട്മെൻറ്റ് കയറിയപ്പോൾ തന്നെ, ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ വലിയ ശബ്ദത്തോടു കൂടി തന്നെ എല്ലാ സാധനങ്ങളും, അവരെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും അവർ സീറ്റിൽ എടുത്തിട്ടു. പടക് ദിയ, എടുത്തിട്ടു. वे 3 युवक अपने सामान सीट पर पटक दिया. ये सब हमारी लेखिका देखती रहती है. एक खुलम खुलासी मध्यवर्गीय मगर आधुनिक किस्म की लापरवाही उनकी हर बात से झलक रही थी. വളരെ ഓപ്പണായിട്ടുള്ള കൊല്ലം അതുപോലെ തന്നെ ഇടത്തരം, വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഇടത്തരക്കാരായിട്ടുള്ള, പക്ഷേ മോഡേണിറ്റി, ആധുനിക് കിസ്മിക്ക് ലാപർവാഹി, അവരിൽ മോഡേണിറ്റി കാണാനായിട്ട് സാധിക്കും. അതുപോലെ അശ്രദ്ധയും അവരിൽ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ അവരിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അവരുടെ പെരുമാറ്റ രീതിയാണ് പറയുന്നത്. ഇടത്തരക്കാരാണ്, പക്ഷേ വളരെ മോഡേണായിട്ട് സ്വഭാവം. मध्यवर्गीय मगर आधुनिक किस्म की लापरवाही उनकी हर बात से झलक रही थी. वो 3 युवक, चाहे वह बातचीत का लहजा, सामान फेंकने का ढंग, चाल ढाल, या कि बाल हो, चप्पल हो, चाहे बिना मोज़ों वाले जूते हो, ये ഫിഡഡ് ജീൻസും, അവരുടെ സ്വഭാവ രീതികളാണ് പറയുന്നത്. അതൊക്കെ നമ്മുടെ ലേഖിക ശ്രദ്ധിക്കുന്നുണ്ട്. वो 3 युवाओं के पूरी बात यहाँ लेखिका ध्यान करती है.
वो देखती रहती हैं। क्या क्या देखती रहती हैं? സാമാൻ ഫേങ്ങനെയൊക്കെ ढंग, സാധനങ്ങൾ വലിച്ചെറിയുന്ന രീതി ലേഖിക ശ്രദ്ധിക്കുന്നുണ്ട്. ചാൽ ടാൽ യാ കി ബാൽ ഹോ, അവരുടെ പെരുമാറ്റ രീതി ആയിക്കോട്ടെ. ചാൽ ടാൽ എന്ന അവരുടെ പെരുമാറ്റ രീതി, ഉസ്കി വ്യവഹാർ, ഉൻകി വ്യവഹാർ. ചപ്പൽ ഹോ, അവരുടെ ചെരുപ്പായിക്കോട്ടെ. ചാഹെ ബിനാ മോസോ വാലെ ജൂത്തെ ഹോ. മോസോ എന്ന് പറഞ്ഞാൽ സോക്സ് ഇല്ലാത്ത ഷൂ. ഇതൊക്കെയാണ് അവർ ഇട്ടിരിക്കുന്നത്. അവരുടെ പെരുമാറ്റ രീതികൾ ഇപ്രകാരമാണ്. യാ ഫെഡഡ് ജീൻസും, നിറം മങ്ങിയ ജീൻസുമാണ് അവർ ധരിച്ചിരിക്കുന്നത്. ആ 3 ചെറുപ്പക്കാരുടെ വസ്ത്രധാരണയും അവരുടെ പെരുമാറ്റവുമാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. वो 3 युवाओं के आधुनिक पीढ़ी वाले उनके वेशभूषा के बारे में यहाँ लेखिका बता रही है, उनकी व्यवहार के बारे में बता रही है. वे जो कर रहे थे उनकी नज़र में फैशन था, ആധുനികത. അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അത് അവരുടെ ദൃഷ്ടിയിൽ, അവരുടെ കാഴ്ചപ്പാടിൽ അതിനെ ഫാഷൻ എന്ന് പറയും. ഉൻകി നസർ മേ വോ തോ ഫാഷൻ ഹൈ, ആധുനികാത്തി, मॉडर्न जनरेशन, मॉडर्न फैशन. आधुनिकता का मतलब है मॉडर्न. इस आधुनिकता में उनका मध्यवर्गीय अभाव कुछ ढांक रहा था तो कुछ उगड़ रहा था. ഈ ആധുനികതയിൽ, ഈ മോഡേണിറ്റിയിൽ, ഈ മോഡേൺ വേൾഡിൽ അവരുടെ മധ്യവർഗീയ അഭാവ്, ഇടത്തരക്കാരുടെ കുറവ്, കുച്ച് ഢാങ്ക് രഹാത്ത, കുറച്ചൊക്കെ അവർ മൂടി വയ്ക്കുന്നുണ്ടായിരുന്നു. ഢാങ്ക് രഹാന का मतलब है മൂടി വയ്ക്കുക, ചിപ്പാന. तो कुछ उगड़ रहा था, ഉഗഡ് രഹാന का मतलब है പിഴുതെടുക്കുക. അവർ കുറച്ചൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുകയും കുറച്ചൊക്കെ അവർ പിഴുതെടുത്ത് കളഞ്ഞു എന്നാണ് ഇവിടെ ലേഖിക പറയുന്നത്. അവർ കുറേ ആധുനികത കാണിക്കാൻ വേണ്ടിയിട്ട്, മോഡേൺ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. पिंक सिटी दिल्ली के सराय रोहिली स्टेशन से सीधे 6 बजे चलती हैं. പിങ്ക് സിറ്റി എന്ന് പറയുന്ന നമ്മുടെ ട്രെയിൻ ദില്ലിയിൽ നിന്ന് സറായ് റോഹില്ല സ്റ്റേഷൻസ്, സറായ് റോഹില്ല എന്ന് പറഞ്ഞാൽ പ്ലേസാണ്. ആ സ്റ്റേഷനിൽ നിന്ന്, സറായ് റോഹില്ല സ്റ്റേഷനിൽ നിന്ന് കറക്റ്റ് 6 മണിക്കാണ് പുറപ്പെടുക. ठीक 6 बजे चलेंगे सराय रोहिला स्टेशन से. ट्रेन का नाम है पिंक सिटी. वो दिल्ली के ദില്ലിയിലുള്ള സറായ് റോഹില എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് 6 മണിക്കാണ് പുറപ്പെടുക. और दोपहर 3 बजे ജയ്പൂർ पहुंचती है. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ആ ട്രെയിൻ ജയ്പൂരിൽ എത്തിച്ചേരും. सो सुबह 5:30 बजे ही मुझे मेरा बेटा ट्रेन में बिठाकर सामान व्यवस्थित कर एक कप एस्प्रेसो कॉफ़ी सामने के स्टॉल से लाकर मुझे पकड़ा कर चला गया था. എന്നെ പിങ്ക് സിറ്റി ട്രെയിനിൽ എൻ്റെ മകൻ രാവിലെ 5:30 അവൻ ഇരുത്തിയിട്ടാണ്, എല്ലാ സാധനങ്ങളും അടക്കി വെച്ചിട്ടാണ്, അതുപോലെ തന്നെ ഒരു കപ്പ് കോഫി എൻ്റെ മുന്നിലുള്ള സ്റ്റാളിൽ നിന്ന് വാങ്ങി തന്നിട്ടാണ് പോയത്. लेगिया को सुबह 5:30 बजे वो ट्रेन में बिठाकर और सामान व्यवस्थित कर एक कप कॉफ़ी लाकर देकर गया था.
6 മണിക്കാണ് ആ ട്രെയിൻ പുറപ്പെടുക. അതുകൊണ്ട് മകൻ 5:30 തന്നെ അവരെ അമ്മയെ ട്രെയിനിൽ ഇരുത്തി കോഫിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് പോയത്. पहले से बेटा बल्कि खाली बैठा भारतीय यात्री, उस पर महिला यात्री और फिर मेरे जैसा कल्पनाशील यात्री, हर नए चढ़ने वाले यात्री के वेशभूष, शक्ल, बातचीत के लहजे, नामों के चलन के अनुसार उसका प्रदेश परिवेश भांपने का प्रयास करता है. എനിക്ക് മുന്നേ വന്നിരുന്നവർ മാറി ഇരിക്കുന്ന ഭാരതീയ യാത്രക്കാർ, കാലി സീറ്റിലിരിക്കുന്ന ഭാരതീയ യാത്രക്കാർ, അതുപോലെ തന്നെ സ്ത്രീകളായ യാത്രക്കാർ, അതുപോലെ എന്നെപ്പോലെയുള്ള ഭാവനയുള്ള കൽപ്പനാശീൽ യാത്രക്കാർ, അതുപോലെ പുതിയതായിട്ട് കയറി വരുന്ന യാത്രക്കാരുടെ വസ്ത്രധാരണ, രൂപം, അവരുടെ സംസാരം, ലഹജ, ഉച്ചാരണ രീതി, പേരുകളുടെ രീതി, പ്രദേശം, ഇതെല്ലാം അനുമാനിക്കാനുള്ള ശ്രമം അവിടെ ലേഖിക നടത്തുന്നുണ്ട്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് നമ്മളടുത്ത് ഇരിക്കുന്നത്, ആരൊക്കെയാണ് ഇറങ്ങുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ലേഖിക ഇവിടെയും ശ്രദ്ധിക്കുകയാണ്. पहले से बेटा और काली बेटा भारतीय यात्री, महिला यात्री और लेखिका जैसा कल्पनाशील यात्री और नए चढ़ने वाले यात्री, उनकी वेशभूषा, शक्ल, बातचीत, नामों का चलन, प्रदेश परिवेश, ये सब हमारे लेखिका यहाँ भांपने का प्रयास करती हैं. ഇവിടെ ഷക്കൽ എന്ന് പറഞ്ഞാൽ രൂപമാണ്, വേഷഭൂഷ എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണയാണ്, ലഹജ എന്ന് പറഞ്ഞാൽ ഉച്ചാരണ രീതിയാണ്. അപ്പോൾ ഇതൊക്കെ യാത്രക്കാരുടെ ഈ എല്ലാ സവിശേഷതകളും ആരൊക്കെയാണ് ഉള്ളതെന്നും അവിടെയൊക്കെ ഭാഷ ഏതാണ്, രൂപം എന്താണ് ഒക്കെ നമ്മുടെ ലേഖിക മാത്രമല്ല മറ്റുള്ള എല്ലാവരും ശ്രദ്ധിക്കും. നമ്മളടക്കം ശ്രദ്ധിക്കുന്നവരാണ്. हम सब ऐसे ही लेखिका की जैसी ये सब ध्यान हम करते हैं. यकीन मानिए बस वैसा ही कुछ मैं भी कर रही थी. लेखिका भी इसी बात पर ध्यान करती है हमारे जैसा. अजीब किस्म का शौक है ना, दूसरों के मामले में नाक घुसाने का नितांत ഭാരതീയ ഷോക്ക്. ഇതൊരു വിചിത്രമായിട്ടുള്ള ഒരു താല്പര്യമാണ്. അജീബ് എന്ന് പറഞ്ഞാൽ വിചിത്രം, കിസ്മ എന്ന് പറഞ്ഞാൽ തരം. പ്രത്യേകിച്ച് ഭാരതീയരുടെ ഒരു പ്രത്യേക താല്പര്യമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നത്. ദൂസറോ കെ മാമലെ മേ നാക്ക് ഘുസ്നേക്ക, കയറി ചെല്ല. നാക്ക് ഘുസ്ന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ചെല്ലുക എന്നാണ് അർത്ഥം. അത് ഭാരതീയരുടെ ഒരു ഷോക്കാണ്, അല്ലെങ്കിൽ താല്പര്യമാണ്. ये तो भारतीय लोगों के एक शौक है, एक रीति है कि दूसरों के मामले में जाकर घुसकर देखना, वो क्या करता है, वो क्या पहना है, वो क्या बोलता है, ये सब देखना. यहाँ लेखिका भी वही बात करती हैं. निश्चित रूप से तीनों गोवा के निवासी लग रहे थे. ആ 3 യുവാക്കളെയും കണ്ടാൽ ഗോവയിൽ ആണ് താമസിക്കുന്നത് എന്ന് തോന്നും, ഗോവയിലുള്ളവരാണെന്നാണ് തോന്നുന്നത് കണ്ടാൽ. वो 3 युवाओं को देखने पर ऐसे लगता है कि गोवा के निवासी हैं. केवल शक्लों सूरत से ही मैंने ये निश्चय नहीं किया था. ഞാനിതൊരിക്കലും അവരുടെ രൂപമോ അവരുടെ വേഷവിധാനമോ ഒന്നും നോക്കിയിട്ടല്ല
ഞാനിത് തീരുമാനിച്ചത്. അവർ ഗോവയിൽ നിന്ന് വന്നതാണെന്നുള്ളത്, അല്ലെങ്കിൽ ഗോവയിൽ ഉള്ള ആൾക്കാരാണെന്ന് അതുകൊണ്ടല്ല ഞാൻ അനുമാനിച്ചത്, അവരുടെ രൂപം കണ്ടിട്ടല്ല. उनके रूप देखकर लेखिका यहाँ वो गोवा के निवासी हैं ये निश्चय नहीं किया है। आज की कक्षा इतना ही। आशा आप लोगों को समझ में आया है। बिगड़ेल बच्चे, क्रोधी स्वभाव वाले आधुनिक पीढ़ी, नाराज़ होने वाले पीढ़ी के बारे में यहाँ कहा गया है। एक ट्रेन यात्रा, उसमें लेखिका भी है और 3 युवा ट्रेन में चढ़ते समय लेखिका उन पर नज़र डालती है, वो क्या क्या करते हैं ये सब वो ध्यान करती है। यहाँ लेखिका अपनी बेटी के पास जा रहे हैं। ट्रेन का नाम है पिंक सिटी। वो दिल्ली के सराय रोहिला स्टेशन से सीधे 6 बजे चलती है और दोपहर 3 बजे जयपुर पहुंचती है। धन्यवाद।